പുറത്ത് വരുന്ന ന്യൂസുകൾ കേട്ടിട്ട് കുറേ പേര് ഇത് കോമഡിയാണോ, ഇതെന്തോന്നിത്? നമസ്കാരം. അങ്ങനെ ഇന്ന് ബിഗ് ബോസിൽ വൈൽഡ് കാർഡ്സ് എൻട്രി ചെയ്യണം. ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ടായിരിക്കാം വൈൽഡ് കാർഡുകൾ വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ കാരണം വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് വൈൽഡ് കാർഡുകളിൽ സീക്രട്ട് ഏജൻറ്റ് പേരുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഇവൻ വീഡിയോ ഇടുമെന്ന് അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇടും തന്നെ ഞാൻ വിചാരിച്ചു. കാരണം വെച്ചാൽ ഒരു പ്രത്യേകിച്ച് സ്റ്റുഡിയോയിലല്ലാതെ കാറിലിരുന്ന് വീഡിയോ ഇടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സീക്രട്ട് ഏജൻറ്റ് ഒരു വീഡിയോ വന്നു. നോർമലി ഒരു സോഷ്യൽ ഇഷ്യൂവിന് റിയാക്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് വന്ന സമയത്ത് ഞാൻ ഈ ഇന്നലത്തെ വീഡിയോ ഇതിൽ ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കമൻസ് അതിൽ വന്നിരുന്നത് സീക്രട്ട് ഏജൻറ്റ് ഇപ്പോഴും വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, സീക്രട്ട് ഏജൻറ്റ് പോകുന്നില്ല, ഇത് വരുമ്പോൾ അടിച്ചു വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങനത്തെ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പോൾ അവരോടൊക്കെ ഞാൻ പേഴ്സണലി മറുപടി കൊടുത്തു. പുള്ളി വരുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ വീഡിയോ കൊടുത്തു. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അതിലൊരു കമൻറ്റ് കേട്ടോ. അതിലൊരു കമൻറ്റ് ആണ്, അതായത് എല്ലാവരും ചെന്നൈയിൽ ബിഗ് ബോസിൽ ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് കാറിൽ ചെന്നിറങ്ങുമെന്ന് പറഞ്ഞു. കാരണം പുള്ളി അപ്പോഴും കാറിൽ നിന്ന് വിട്ടിട്ടില്ല. ജോക്സ് അപ്പാർട്ട്, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന റിയാക്ഷൻ വീഡിയോസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒപ്പീനിയൻ പറയുന്ന വീഡിയോസിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് സീക്രട്ട് ഏജൻറ്റ്. ഓൾവേസ് ഇതൊരു കട്ട് ആൻഡ് എഡിറ്റ് പരിപാടിയാണ്. ലൈവ് എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് ആൾക്കാർ ബിഹേവ് ചെയ്യുക, എങ്ങനെ എത്രത്തോളം പ്രഷർ ചെയ്യാൻ പറ്റും. കാരണം പ്രഷർ കുക്കറാണ് ബിഗ് ബോസ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അതിനുള്ളിൽ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എന്നുള്ളത് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. കാരണം വെച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കാറിൽ നിന്ന് ബിഗ് ബോസിലേക്ക് ഒരു കാറിൽ നിന്ന് ബിഗ് ബോസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ അച്ചീവ്മെൻ്റ് അല്ല. കുറച്ച് കാണാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് നല്ലതിനും ആവാം ചീത്തതിനും ആവും. കാരണം ഇത് ബിഗ് ബോസ് ആണ്. ഇപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, മില്യൺ ഫോളോവേഴ്സുള്ള ജാസ്മിൻ ജാഫർ, ഭയങ്കര സപ്പോർട്ടുള്ള ജാസ്മിൻ ജാഫർ. അതായത് സോഷ്യൽ മീഡിയയിൽ ജാസ്മിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്രയും സീരിയസ് ആയിട്ടുള്ള സൈബർ അറ്റാക്സ് വരെ പല ആൾക്കാരും നേരിട്ടിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പോൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു വ്യക്തി ജാസ്മിൻ ജാഫറായി മാറിക്കഴിഞ്ഞു. അതിനുള്ളിലത്തെ ജാസ്മിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടുമല്ല. അപ്പോൾ ബിഗ് ബോസ് എന്ന ഷോ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിളാണ്. എങ്ങനെയാണ് അതിനുള്ള ആൾക്കാർ റിയൽ എൻവയോൺമെൻറ്റ് ചെന്ന് ബിഹേവ് ചെയ്യുക എന്നുള്ള അറിയില്ല. ആ ഉള്ളിൽ ചെല്ലുന്ന സമയത്താണ് നമുക്കവർ ചിലപ്പോൾ അവർ ഗെയിം കണ്ടിട്ടായിരിക്കും നമുക്കവർക്ക് ഇഷ്ടപ്പെടാം. ഒരു പക്ഷേ ചിലപ്പോൾ ഗെയിം കണ്ടിട്ട് വെറുത്തു പോവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് എ ഗെയിമാണ്. സംഭവം സത്യമാണ്. പക്ഷെ എന്നാലും ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ഇവരുടെ റിയൽ ക്യാരക്ടേഴ്സാണ് അതിനുള്ളിൽ ചെല്ലുന്ന സമയത്ത് റിവീൽ ആവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഫേക്ക് കളിച്ചിട്ട് ഒരുപാട് കാലമൊന്നും നിൽക്കാൻ പറ്റില്ല. ഓക്കെ, റിയൽ ആയിട്ടുള്ള ഗെയിം, മജോറിറ്റിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗെയിം ഉള്ളിൽ കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വോട്ടും നേടാം. ആൾക്കാരുടെ മനസ്സിലേക്കുള്ള ആ ഒരു എൻട്രി കൂടിയാവും. സീക്രട്ട് ഏജൻറ്റിനെ സംബന്ധിച്ച് ഇനി ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു പ്രത്യേക എൻട്രിയുടെ ആവശ്യമില്ല. ഓൾറെഡി പുള്ളിനെ എല്ലാവരും അറിയുന്നതാണ്. പക്ഷേ അത് നിലനിർത്താനാണ് ശരിക്ക് പാടും ആൾ ശ്രദ്ധിക്കേണ്ടതും.